നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാന്റെ ആണവ പദ്ധതി ആഗോള ചർച്ചാ വിഷയമാണ്. അമേരിക്ക, ഇസ്രായേൽ തുടങ്ങിയ നിരവധി രാജ്യങ്ങൾ ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നതായി ആരോപിച്ചിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ ശ്രമിച്ചതായി US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവൻ പ്രസ്താവിച്ചിരുന്നു. ഇറാന്റെ ആണവ പദ്ധതി തങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായാണ് ഇസ്രായേൽ കാണുന്നത്. ആണവായുധങ്ങൾ വികസിപ്പിക്കാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ ഇറാന് മേൽ കടുത്ത ഉപരോധം ഏർപ്പെടുത്തുന്നതിലേക്ക് അമേരിക്കയെ നയിച്ചു. എന്നാൽ ആരാണ് ഇറാൻ ആണവ സാങ്കേതിക വിദ്യ നൽകിയതെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇറാനിൽ നിരവധി ആണവ ഗവേഷണ കേന്ദ്രങ്ങളുണ്ട്. രാജ്യത്ത് 2 യുറേനിയം ഖനികൾ, ഒരു ഗവേഷണ റിയാക്ടർ, സമ്പുഷ്ടീകരണം നടക്കുന്ന യുറേനിയം സംസ്കരണ സൗകര്യങ്ങൾ എന്നിവയുമുണ്ട്. ഇറാന്റെ പക്കൽ നിലവിൽ ആണവായുധങ്ങളൊന്നുമില്ലെങ്കിലും അന്താരാഷ്ട്ര പ്രതിബദ്ധതകൾ ലംഘിച്ച് രഹസ്യ ആണവായുധ ഗവേഷണത്തിൽ ഏർപ്പെട്ടതിന്റെ ദീർഘകാല ചരിത്രമുണ്ട്. ഇറാനിയൻ നേതാക്കൾ അത് പിന്തുടരാൻ തീരുമാനിച്ചാൽ താരതമ്യേന കുറഞ്ഞ കാലയളവിൽ ആണവായുധങ്ങൾ വികസിപ്പിക്കാനുള്ള അറിവും അടിസ്ഥാന സൗകര്യങ്ങളും രാജ്യത്തിനുണ്ടെന്ന് പാശ്ചാത്യ വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ആണവോർജ്ജ പദ്ധതിയുടെ കാര്യത്തിൽ ഇറാൻ എപ്പോഴും സൈനികേതര ലക്ഷ്യങ്ങൾ നിലനിർത്തിയിട്ടുണ്ട്. 50 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു സിവിലിയൻ ന്യൂക്ലിയർ എനർജി പദ്ധതിയാണ് രാജ്യത്തിനുള്ളത്. ഇറാൻ തങ്ങളുടെ ആണവ പരിപാടികൾ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണെന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആണവ സിദ്ധാന്തത്തിൽ ആണവായുധങ്ങൾക്ക് സ്ഥാനമില്ലെന്നും 2024 ഏപ്രിൽ ഒരു സർക്കാർ വക്താവ് പറഞ്ഞിരുന്നു. ഇറാൻ ആണവ സാങ്കേതിക വിദ്യ നൽകിയത് അമേരിക്കയാണ്. അമേരിക്കയും ഇറാനിലെ ഷായും തമ്മിലുള്ള ശീതയുദ്ധ സഖ്യത്തിന്റെ ഭാഗമായി 1950കളിലാണ് ഇറാന്റെ ആണവ പദ്ധതി ആരംഭിച്ചത്. 1979ലെ ഇറാനിയൻ വിപ്ലവത്തെ തുടർന്ന് പരിപാടി നിർത്തിവെച്ചു. ആറ്റംസ് ഫോർ പീസ് എന്ന പരിപാടിയിലൂടെ അമേരിക്ക ഇറാനെ ആണവ സാങ്കേതിക വിദ്യ, ഇന്ധനം, ഉപകരണങ്ങൾ, പരിശീലനം എന്നിവയിൽ സഹായിച്ചു. 1967 US ഇറാൻ 5 മെഗാവാട്ട് റിസർച്ച് റിയാക്ടർ നൽകി. 1974 ഇറാൻ ഒരു ഫ്രഞ്ച് യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റിൽ $1 ബില്യൺ നിക്ഷേപിച്ചു. പകരം സമ്പുഷ്ടമായ യുറേനിയം ഉൽപാദനത്തിന്റെ 10% അവകാശം ഇറാൻ നേടി. അതായാലും ഇറാന്റെ ഈ ഒരു ആണവായുധ ശേഖരം തന്നെയാണ് മറ്റു രാജ്യങ്ങൾക്കും ഒരു ഭീഷണിയായി തുടരുന്നത്. അതേസമയം ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ക്രിസ്മസ് ദിനത്തിലും ഗാസയിലെ ആശുപത്രിയിൽ വലിയ രീതിയിലുള്ള ആക്രമണമാണ് നടത്തിയിരിക്കുന്നത്. 5 മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പിൽ സ്ഥിതി ചെയ്യുന്ന അലോയ്ത ആശുപത്രിക്ക് സമീപം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയാണ് മാധ്യമ പ്രവർത്തകർക്ക് നേരെയും ആക്രമണം ഉണ്ടായത്. അൽഗുദ്സ ടുഡേ ചാനലിന്റെ ബ്രോഡ്കാസ്റ്റിംഗ് വാനിന് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുകയായിരുന്നുവെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഫാദിഹ സോന, ഇബ്രാഹിം അൽ ഷെയ്ഖ് അലി, മുഹമ്മദ് അല്ലദ, ഫൈസൽ അബു അൽ ഖുസാൻ, ഐമൻ അൽ ജാദി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. പ്രസവവേദന അനുഭവപ്പെട്ട ഭാര്യയ്ക്കൊപ്പമായിരുന്നു ഐമൻ അലി ജാദി ആശുപത്രിയിലെത്തിയത്. പ്രസവം എഴുതിയിരിക്കുന്ന ഇവരുടെ വെള്ള നിറത്തിലുള്ള വാൻ കത്തി നശിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിട്ടുണ്ട്. വാനിൽ നിന്ന് മൃതദേഹങ്ങൾ പുറത്തെടുത്തതായി പാലസ്തീൻ അധികൃതർ പറഞ്ഞു. സംഭവത്തിൽ ഇതുവരെ ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല. 2023 ഒക്ടോബർ 7 മുതൽ ഗാസയിലുണ്ടായ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കുറഞ്ഞത് 141 മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടതായി കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ മാസം ആദ്യം മാധ്യമ പ്രവർത്തകർക്കെതിരായ ഇസ്രായേൽ അതിക്രമങ്ങളെ CPJ അപലപിച്ചിരുന്നു.